Hi all, it's me JKK from JKK for you. ഇന്നൊരു മൂവി റിവ്യൂ ആണ് സൂക്ഷ്മ ദർശിനി. സിനിമ ഇന്നാണ് തിയേറ്ററിൽ നിന്ന് കണ്ടത്. സൂക്ഷ്മ ദർശിനി ഡയറക്റ്റഡ് ബൈ MC ജിതിൻ. സ്ക്രീൻ പ്ലേ ഈസ് ബൈ അതുൽ രാമചന്ദ്രൻ ആൻഡ് ലിബിൻ TV. Cinematography is by Sharun Velayudan Nair and editor is by Chaman Chako and music is by Christo Xavier. And the production company is AVA Productions and Happy Hours Entertainments. And distributor is by Bhavana Studios. Okay. കാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നസ്രിയ നസീം ആസ് പ്രിയദർശിനി, ബേസിൽ ജോസഫ് ആസ് മാനുവൽ, ദെൻ അഖില ഭാർഗവൻ ആസ് സുലു, മെറിൻ ഫിലിപ്പ് ആസ് സ്റ്റെഫി ആൻഡ് പൂജ മോഹൻരാജ് ആസ് ആസ്മ. ഇവരൊക്കെ നെയ്ബേഴ്സാണ്. നസ്രിയ നസീമിൻ്റെ നെയ്ബേഴ്സാണ്, അല്ലെങ്കിൽ ബേസിൽ ഇവരൊക്കെ താമസിക്കുന്ന നെയ്ബേഴ്സാണ്. ദീപക് പറമ്പോൾ നസ്രിയയുടെ ക്യാരക്ടറിൻ്റെ ഹസ്ബൻഡാണ്. ആൻ്റണി എന്നാണ്. അവർക്കൊരു മോളൊക്കെ ഉണ്ട്. നസ്രിയ, ദീപക് അവർക്കൊരു മോളൊക്കെ ഉണ്ട്. ആ മോളും കൊള്ളാം. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ്റെ ക്യാരക്ടർ കൊള്ളാം. പിന്നെ കോട്ടയം രമേശൊക്കെ ഉണ്ട്. വേറെയും കുറേ താരങ്ങളൊക്കെ ഉണ്ട്. വേറെയും കുറേ പേരുണ്ട് ഈ സിനിമയിൽ. മൊത്തത്തിൽ നോക്കിയാൽ നല്ലൊരു മിസ്റ്ററി ത്രില്ലറാണ് സിനിമ. നല്ലൊരു എൻഗേജ് ചെയ്തിട്ടാണ് സിനിമ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ത്രൂ ഔട്ട് നല്ലൊരു BGM ഉണ്ട്. മ്യൂസിക്കൊക്കെ കൊള്ളാം. സിനിമയിൽ പാട്ടുകളായിട്ടില്ല, പക്ഷേ മ്യൂസിക് കൊള്ളാം. നല്ലൊരു BGM ഒക്കെയാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊള്ളാം. ക്രിസ്റ്റോ സേവിയർ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുകളിലേക്ക് വരികയാണെങ്കിൽ ഒരു പ്രമോ സോങ് ആണ് ദുരൂഹ മന്ദഹാസമേ എന്ന് പറഞ്ഞ പ്രമോ സോങ് അതിഗംഭീരമാണ്. പിന്നെ പ്രിയലോകമേ, സിനിമയിലുള്ള ഒരു ഏകഗാനം അതാണ് പ്രിയലോകമേ. രണ്ടും കൊള്ളാം, അത്യാവശ്യം ഓക്കേഷാണ്. മൊത്തത്തിൽ BGM ആണ്. സിനിമയിലെ BGM എടുത്തു പറയേണ്ടതാണ്, പ്രത്യേകിച്ച് ആ മിസ്റ്ററി സമയത്തൊക്കെയുള്ള BGM. പ്ലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു പോയിട്ടുള്ള പ്ലോട്ടൊക്കെ തന്നെയാണ്. പക്ഷേ ആ പ്ലോട്ടും വെച്ചുകൊണ്ട് സിനിമ എക്സിക്യൂഷൻ ചെയ്ത ആ ഒരു മിസ്റ്ററി അത് അതിഗംഭീരമാണ്, കൊള്ളാം. പിന്നെ നസ്രിയുടെ ക്യാരക്ടർ, ഓ മൈ ഗോഡ്, ഇങ്ങനത്തെ ഒരു നെയ്ബറൊക്കെ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ സൂക്ഷിച്ചും കണ്ടൊക്കെ പലതും ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, നസ്രിയുടെ ക്യാരക്ടർ, ആ പ്രിയദർശിനി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്യാരക്ടർ, പ്രിയദർശിനി ആൻ്റണി എന്ന് പറഞ്ഞ ആ ക്യാരക്ടർ അതിഗംഭീരമാണ്. നസ്രിയ നസീം അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിലിൻ്റെ ക്യാരക്ടർ ആണെങ്കിലും മാനുവൽ. പിന്നെ ഇന്ന് നസ്രിയയുടെ ബർത്ത്ഡേയും കൂടിയാണ്, December 20. നസ്രിയയുടെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ സിനിമ കാണാൻ പറ്റി. എനിവേ, സിനിമ വലിയ വിജയമായിട്ടുണ്ട്. 50 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. അത് വലിയൊരു വിജയമാണ്. മൊത്തത്തിൽ കൊള്ളാം. നല്ലൊരു കോമഡി, ഫണ്ണ്, മിസ്റ്ററി ത്രില്ലറാണ് സിനിമ. ഓക്കെ, പിന്നെ ഒരു ചെറിയൊരു മിസ്റ്ററി, ചെറിയൊരു ത്രില്ലർ എലമെൻറ്റ്സ്, നല്ല BGM. മൊത്തത്തിൽ ബേസിലിൻ്റെ ഇപ്പോൾ വരുന്ന ഒരു സിനിമയുടെ പട്ടികണൊക്കെ പോലെ ഒരു സിനിമയാണിതും. പിന്നെ ആസ് എ ഡയറക്ടർ MC ജിതിൻ അതിഗംഭീരമായിട്ട്, ഡെബ്യൂട്ടാണോ എന്ന് എനിക്കറിയില്ല, അദ്ദേഹം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എനിവേ കൊള്ളാം, നൈസാണ്. സൂക്ഷ്മദർശിനി, സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ആ ടൈറ്റിൽ വന്ന സീനൊക്കെ കൊള്ളാം കേട്ടോ. ആ നസ്രിയടായി ആ ടൈറ്റിൽ എഴുതി കാണിച്ച്, സിനിമ തുടങ്ങി കുറേ കഴിഞ്ഞിട്ടാണ് ടൈറ്റിൽ എഴുതി കാണിക്കുന്നത്. ആ സീക്വൻസൊക്കെ കൊള്ളാം. മൊത്തത്തിൽ അതിഗംഭീരമാണ്, നൈസാണ്. പോട്ടെ, ബൈ. നൈസ് വൺ സൂക്ഷ്മദർശിനി. ബൈ.